ഇവിടെ ഇങ്ങനെ പൊട്ടി തുടങ്ങിയത്. ഇന്ന് തന്നെ പൊട്ടിക്കണത് പൊട്ടി തുടങ്ങി. ഇത് കറക്റ്റ് ചെയ്ത വെറൈറ്റിന്ന് അറിയില്ലത്. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചാണ്ടത്. ഇനിയിപ്പോൾ കഴിച്ച് നോക്കി ഇതിനെക്കുറിച്ചൊന്ന് പഠനം നടത്തിയാലേ അറിയുള്ളൂ ഏത് വെറൈറ്റി ആണെന്നുള്ളത് കറക്റ്റ്. മലേഷ്യൻ റെഡല്ല, അതിൻ്റെ ഫ്രൂട്ട് പോലെ അല്ല, അതിൻ്റെ കളറും അല്ല. അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡാർക്ക് റെഡായിട്ടാണ് കാണുന്നത്. ഇവിടെ പൊട്ടി പൊട്ട് വീണിങ്ങനെ ഉള്ളിൽ റോസ് കളറായിട്ടാണ് കാണുന്നത്. അതിൽ ഉള്ളിൽ റെഡ് കാണുന്നു. ശരിക്കും മുറിച്ച് നോക്കിയാലേ അറിയുള്ളൂ എങ്ങനെയാണ്. ഇന്നിപ്പോൾ പൊട്ടിക്കത് പൊട്ടിച്ചിട്ട് മുറിച്ച് നോക്കിയിട്ട് നോക്കാം. ഇത് കട്ട് ചെയ്തെടുത്തിട്ട് മുള്ളുള്ളതുകൊണ്ട് ഇതിൽ പോടണ്ട് കെട്ടി ഇവിടെ നിന്ന് ഈ പീസ് അങ്ങനെ കട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഇങ്ങനെ തണ്ടോടോട് കെട്ടി അത് കണക്കുള്ളൂ. വളരെ ചേർന്ന് നിൽക്കുക. ആമസോണിൽ നിന്ന് മേടിച്ചാറുണ്ട്. കറക്റ്റ് അതിൻ്റെ വെറൈറ്റി എന്ന് പറയില്ല. എപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ ഇത് ആദ്യം ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് അറിയണതിന് മുമ്പ് ആദ്യം മേടിച്ചാണിത് ആമസോണിൽ നിന്ന്. പിന്നീട് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വന്നത്. അപ്പോൾ കറക്റ്റ് ഇത് നമ്മൾ ഒരു ഫാമിൽ നിന്ന് തന്നെ മേടിക്കുന്നത്, ഡയറക്റ്റ് ഫാമിൽ നിന്ന് തന്നെ മേടിക്കേണ്ടതാണ്. പിന്നീട് ഇപ്പം എൻ്റെ അടുത്ത് 28 വെറൈറ്റികളുണ്ട്. അതെല്ലാം നേരിട്ട് ഫാമിൽ നിന്ന് മേടിച്ചതാണ്. കുറുമ്പെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടും. എത്തിയില്ല എന്നുള്ളതിന് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഈ കളറ് വേണ്ട, കളറ് ഇപ്പോൾ തന്നെ റെഡും അല്ല, ഒരു ഗ്രീൻ നല്ല മുഴുവനുണ്ട്. അവിടെ ഗ്രീനും ഉണ്ട്, മുഴുവൻ റെഡായിട്ടില്ല. ഇത് ഏതാണ്ട് ഒരു അമേരിക്കൻ ബ്യൂട്ടിയുടെ കൂട്ട് ഏതാണ്ട് ഇതുപോലെയൊക്കെയാണ്. കറക്റ്റ് ഇത് വെറൈറ്റി അറിയില്ല. ഏതാണ് ആമസോണിൽ നിന്ന് മേടിച്ചാറുണ്ട്. അവർ കൊളംബിയാന യെല്ലോ എന്ന് പറഞ്ഞൊക്കെ തന്നത്. പക്ഷെ അതല്ലാതെ വലിയ ഫ്ലവർ ചെയ്ത സമയത്ത് തന്നെ മനസ്സിലായി കൊളംബിയാന യെല്ലോൻ്റെ ഇവിടെ ഒക്കെ മുള്ളുകളുണ്ടാവും. ഫ്രൂട്ടിൻ്റെ ആ ഭാഗത്ത് അടിയിൽ ഫ്ലവർ ചെയ്യുമ്പോൾ തന്നെ അടിയിൽ ആ ഭാഗത്ത് ചെറിയ ചെറിയ മുള്ളുകളുണ്ട്. അതിന് യെല്ലോ കളറാണ് കൊളംബിയാന. ഫ്രൂട്ടും ചെറുതായിരിക്കും. അപ്പോൾ അതല്ലാതെ ഒന്നും മനസ്സിലായി. പിന്നെ ഇതിപ്പോൾ എനിക്ക് മുറിച്ച് നോക്കി ഇതിൻ്റെ ഉള്ളിൽ എന്താ കളറെന്നൊക്കെ നോക്കി ടേസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം പറയാൻ പറ്റുന്നു. ഏകദേശം അമേരിക്കൻ ബ്യൂട്ടിയുടെ ഒരു ഷേപ്പും കളറൊക്കെയാണ് കാണുന്ന ഫ്രൂട്ടിന്. എന്നാലും മുറിച്ച് നോക്കാം, മുറിച്ചിട്ട് നോക്കാം. ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കിക്കളെ. ഏതായാലും വെയിറ്റ് എന്തോരം നോക്കാം. മെഷീനിൽ വെച്ചിട്ട് ചെറിയ ഫ്രൂട്ടാണ് കേട്ടോ. 300, ഏകദേശം 300 305 ഗ്രാമുണ്ട്. ഏകദേശം എത്ര ഉള്ളൂ. ഇത് അമേരിക്കൻ ബ്യൂട്ടി എത്ര തന്നെ വരാറുള്ളൂ. അമേരിക്കൻ ബ്യൂട്ടിയും ഇത്രയൊക്കെ തന്നെ വരാറുള്ളൂ. പക്ഷെ അതിൻ്റെ ലീഫ് കണ്ടിട്ട് ഫുള്ളായിട്ടുണ്ട് അമേരിക്കൻ ബ്യൂട്ടിയെന്ന് പറയാനും പറ്റണില്ല. പ്ലാന്റിൻ്റെ ലീഫ് കണ്ടിട്ട്, പ്ലാന്റിൻ്റെ ലീഫ് അമേരിക്കൻ ബ്യൂട്ടിയുടെ ലീഫിന് ചെറിയ പ്രത്യേകതയുണ്ട്. അങ്ങനെ വെട്ട് മാതിരി ആയിരിക്കും സൈഡൊക്കെ എൻ്റെ ലീഫുണ്ട്. മുള്ളും ചെറുതായിരിക്കും. ഏകദേശം അതുപോലെയൊക്കെ ഉണ്ട്. എന്നാലും അറിയില്ല കൃത്യമായിട്ട്. ഏതായാലും ഒന്ന് മുറിച്ച് നോക്കാം. നടുക്ക് മുറിച്ച് കൊടുക്കാം. നോക്കാം. ഉള്ളു റെഡ് തന്നെയാണ്. ഏതാണ്ട് അമേരിക്കൻ ബ്യൂട്ടിയുടെ ഉള്ളും ഏതാണ്ട് ഇത് കണക്കാണ്. മലേഷ്യൻ റെഡൊന്നുമില്ല. അല്ലെങ്കിൽ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് പറയാം. ടേസ്റ്റ് അതിനൊക്കെ നോക്കട്ടെ. മധുരം നേരത്തെ നോക്കിയിട്ട് ചെറിയൊരു കഷ്ണം കഴിച്ചോട്ടെ. മലേഷ്യൻ റെഡിൻ്റെ അത്രയ്ക്കൊരു മധുരം തോന്നുന്നില്ല. ചെറിയൊരു പുളിപ്പുണ്ട്, ചെറിയൊരു മധുരമുള്ളൂ. വേറെ പ്രത്യേക ടേസ്റ്റൊന്നും പറയാനില്ല. ചെറിയൊരു മധുരവും മലേഷ്യൻ റെഡിൻ്റെ അത്ര മധുരമില്ല.
ചെറിയൊരു പുളിപ്പും ചെറിയൊരു മധുരവും. എന്നൊരു ബ്രിക്സ് വാല്യൂ എന്ന് പറയണമെങ്കിൽ ഏകദേശം ഒരു 10-12 വരുള്ളൂ. ബ്രിക്സ് വാല്യൂ അതിൻ്റെ കണക്കിൽ ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയാണ് ഈ ഫ്രൂട്ടിൻ്റെ കണ്ടീഷൻ. പുളിപ്പുണ്ട് അല്ലേ, ചെറിയൊരു പുളിപ്പുണ്ട്, പുളിപ്പും മധുരം. കുഴപ്പമില്ല. ഓക്കെ.